ജൂലൈ 1 എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ ഞാനൊരു കാര്യമായിട്ട് ഇപ്പോൾ പറയുന്നത്, ഇന്നാണ് കാനഡയുടെ ഇൻഡിപെൻഡൻസ് ഡേ കേട്ടോ. അപ്പോൾ കാനഡിയൻസ് ആഘോഷിക്കുന്ന ദിവസമാണ് കേട്ടോ ഇന്ന്. അതായത് കനേഡിയൻ ഡേ, അതായത് നമ്മുടെ പോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേയിൽ അതുപോലെ തന്നെ കനേഡിയൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്, കാനഡ ഇൻഡിപെൻഡൻസ് ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാനിത് മോൺട്രിയലിൽ നിന്നുള്ള വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോകൾക്ക് മുമ്പിൽ. അതിനുശേഷം ഇത് സെൻറ്റ് ജോണിൽ നിന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് എൻ്റെ കനേഡിയനിലെ വീഡിയോ ഞാൻ ഈ വർഷത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മോന് വേണ്ടിയിട്ട് ആൽമണ്ട് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ക്യാൻഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു, മാപ്പിൾ സിറപ്പ് മരത്തിൽ നിന്നുണ്ടാകുന്ന ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു സിറപ്പ് വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ മാപ്പിൾ സിറപ്പ് ക്യാൻഡി, അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മറ്റേ വീഡിയോനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കുറേ സ്റ്റാച്യൂസ്, അതിൻ്റെ ഏറ്റവും ബാലൻസ് ഭാഗമാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ എങ്ങനത്തെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ഒരു സ്റ്റാച്ചു കാണിക്കുന്നത് കണ്ടില്ലേ. ഈ സ്റ്റാച്യൂസ്, ഈ പ്രതിമകളകത്ത് എല്ലാം കാണിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എല്ലാ വ്യക്തികളെയും ഉൾപ്പെടുന്ന ഏതൊക്കെ രീതിയിലുള്ള ഈ ഭൂമിയിൽ ജീവിക്കുന്ന, സമൂഹത്തിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക പേരും കനേഡിയനിലെ ആളുകളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള പ്രതിമകളാണ് കേട്ടോ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഞാൻ നോക്കി. അപ്പോൾ ഈ ഒരു സ്റ്റാച്ചുവിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിമേൻ്റെ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിർത്തും കേട്ടോ. ഇനി ഞാൻ ആ ഷോപ്പിംഗ് മാളിൻ്റെ ബേസ്മെൻറ്റിൽ നിന്ന് ഞാൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇപ്പോൾ ഇന്ന് സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ഇലകളെല്ലാം മഞ്ഞ കളറിൽ വരുന്നൊരു സമയം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൊരു സ്ഥലമാട്ടോ ഇത്. പണ്ട് നമ്മൾ നോട്ട് ബുക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നോട്ട് ബുക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു കവർ ഉണ്ടാവില്ലേ, അതിനകത്ത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ കാനഡേൻ്റെ ഈ മഞ്ഞ ഇലകളൊക്കെയുള്ള ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് എത്തിപ്പെടുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് പല 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 കാര്യങ്ങളിലൂടെയൊക്കെ ഞാൻ ഇന്ന് ഇവിടം വരേക്കും എത്തിപ്പെട്ടു കേട്ടോ. ദൈവത്തിന് നന്ദി, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാനത് ഒത്തിരി തന്നെ ആഘോഷിച്ചെടുത്തിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇത്. കാരണം കാനഡയിൽ പോവുക, ഒരുപാട് ആളുകൾ പൈസ ചിലവാക്കിയും ഒത്തിരി ബുദ്ധിമുട്ടിയും കാനഡയിൽ എത്തുന്നു. പക്ഷേ എന്നെ ദൈവം എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വന്നിരിക്കുന്നു. അത്ര എനിക്ക് ഭയങ്കര സന്തോഷത്തോട് കൂടി തന്നെയാണ് ഈ വീഡിയോ ഞാൻ പങ്കുവയ്ക്കുന്നത്. അവിടെ എല്ലാ ചെടികളിലും ഇങ്ങനെ മഞ്ഞ കളറായിരിക്കും കേട്ടോ ഈ ഒരു സമയത്ത്. അവിടുത്തെ ഒരു പ്രത്യേക സമയത്തുള്ളതായിട്ടുള്ള ഒരു സമയം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞാനിതൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ്ബുക്ക് പേജിലും ഫേസ്ബുക്കിലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ കനേഡിയൻ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഞാൻ കാനഡയിൽ പോകുമ്പോൾ ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നാണ് അവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.